ഇപ്പോൾ സമയം 11:52. 8 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷാസിയുടെ ബർത്ത്ഡേ ആവും. അപ്പോൾ അവന് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കൂടെ പോവാണ്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ബൊക്കെ എല്ലാം അവന് കൊടുത്തിട്ട് അവന് സർപ്രൈസ് കൊടുത്തു, അവന് വിഷ് ചെയ്തു. കറക്റ്റ് 12 മണിക്കായിരുന്നു ഇതെല്ലാം നടന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സ്പൈസി കഫേയിൽ പോയി. സ്പൈസി കഫേയിൽ അവനെ കാത്തിരുന്നത് കുറേ അധികം സർപ്രൈസസ് ആണ്. ഓരോന്നായിട്ട് ഞങ്ങൾ അവനോട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അവൻ സർപ്രൈസ് ആവുന്നതോടുകൂടെ നമ്മളും സർപ്രൈസ് ആവുകയാണ്. അവൻ്റെ ഫിയാൻസിയാണ് അവനെല്ലാം സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. ചോക്ലേറ്റ് ബാറാന്ന് പറഞ്ഞിട്ട് കവർ ഓപ്പൺ ചെയ്തപ്പോഴാണ് ഐഫോൺ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവനേക്കാൾ കൂടുതൽ സർപ്രൈസ് ആയത് ഞങ്ങളാണ്. അവൻ വാങ്ങണം എന്ന് വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ അത് അവന് ഗിഫ്റ്റായിട്ട് കിട്ടിയപ്പോൾ നമ്മളും ഭയങ്കര ഹാപ്പിനെസ്സായി. ഓരോ തവണ നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കുമ്പോഴും നമ്മുടെ ഫ്രണ്ട്സും നമ്മളിനെ ഇഷ്ടപ്പെടുന്നവർ ചുറ്റുമുള്ളത് തന്നെ ഏറ്റവും വലിയ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. ഞങ്ങൾ കുറച്ച് പേര് അടങ്ങുന്ന ഒരു ഗ്യാങ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ബർത്ത്ഡേക്ക് നമ്മൾ മിഡ് നൈറ്റ് തന്നെ പോയിട്ട് സർപ്രൈസും ചെയ്ത് വിഷും ചെയ്യാറുണ്ട്.